Hello guys, welcome back to my YouTube channel. It's me, Nimi. വിഷു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. സാധാരണ നമ്മൾ വിഷുവിന് എല്ലാവരും വിഷുക്കണിയൊക്കെ വെച്ച് വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക. പേഴ്സണലി എൻ്റെ ഒരു വിഷു എന്ന് പറയുന്നത് തറവാട്ടിൽ കൂടാന്നുള്ളതാണ്. എൻ്റെ വീട് എന്ന് പറയുന്നൊരു കോമ്പൗണ്ടിൽ 4 വീടുകളാണ്. തറവാട്, വലിയച്ഛൻ്റെ വീട്, പാപ്പൻ്റെ വീട്, എൻ്റെ വീട്, അങ്ങനെ. സോ പണ്ട് മുതൽക്കേ തന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും വന്നിട്ട് വിഷു ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും ഒരു സ്ഥലത്ത് കൂടാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അങ്ങനെ ഇത്തവണത്തെ വിഷുവും എത്തിയിട്ടോ. ഇത്തവണത്തെ വിഷു എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പം ഞാനിടുന്ന വീഡിയോ എടുക്കുന്നത് തലേ ദിവസമാണ്, അതായത് നാളെയാണ് കേട്ടോ വിഷു. അപ്പം ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ആക്ച്വലി എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ്. അമ്മ പറഞ്ഞു ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിട്ട് എന്നിട്ട് റെഡി ആവുക എന്നതൊക്കെ പറഞ്ഞു. സോ ഞാനൊരു സ്ഥലം വരെ പോവാണ്. നമുക്കപ്പോൾ പോണതിന് മുമ്പ് റെഡി ആവണം. അതിന് മുമ്പേ ഞാൻ വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് വിഷു കണി വെക്കണ്ടേ, വരുമ്പോൾ തന്നെ വിഷു കണി വെക്കണം. നാളെ നമുക്ക് പുലർച്ചെ കണി കാണാനുള്ളതാണ്. പിന്നെ ആക്ച്വലി കുറേ പ്ലാൻസ് ഉണ്ട് കേട്ടോ. കണി കാണാൻ വേണ്ടി കണി വെക്കണം. ആൻഡ് ദെൻ നാളെ, അതായത് വിഷു ദിവസം അമ്പലത്തിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ പാർട്ട് ഇടാം വ്ളോഗ്. ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അതിലായിരിക്കും വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുക. ആക്ച്വലി നമ്മൾ കൃഷ്ണൻ അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയാം. കൃഷ്ണൻ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്ക്, അതായത് 2 മിനിറ്റ് പോലും നടക്കാനില്ല, ജസ്റ്റ് ഒരു തൊട്ട് ബാക്കിലായിട്ട് കടലാണ് ഗൈസ്. അതാണ് ശ്രീകൃഷ്ണമുഖം ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ അവിടെ പോകണം എന്നാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ, അതായത് ജീജുവിൻ്റെ വീട്ടിലേക്ക്. ഇവും ചേച്ചിയും ജീജും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. എന്നിട്ട് അവർ പോയി ഇപ്പോൾ അവിടെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായാലും ചേച്ചിയുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ ചേച്ചിക്ക് വിഷുക്കണിയൊക്കെ വിഷു കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് തിരിച്ച് പോരും. ഫൈൻ. നിങ്ങളൊരു കാര്യം പറഞ്ഞില്ല. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ദെൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. ഒരു ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒന്നൊരു സജഷൻ പോലെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടം? ഡെയിലി വ്ളോഗ്സ്, അല്ലെങ്കിൽ കുക്കിംഗ്, അതും അല്ലെങ്കിൽ കുറേ ചിറ്റ് ചാറ്റ് വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസാണ്. എങ്ങനത്തെയാണ് വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ പ്ലീസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സിമ്പിളാണ്, അതായത് എനിക്ക് നന്നായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. അതായത് ഞാൻ ക്യാമറ വെച്ചേക്കുന്നത് കുറച്ച് താഴോട്ടായി പോയി, അതുകൊണ്ട് ഇങ്ങനെ ബെഡൊന്നും കാണുന്നുണ്ടായില്ല. എനിവേസ് പില്ലോ കവറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ടെഡി ബെയറിനെയും നല്ലപോലെയൊക്കെ വെച്ചിട്ട് നമ്മൾ റൂമൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രധാന കാര്യം ഇതൊന്നുമല്ല, നമുക്ക് റെഡി ആവണ്ടേ. ഫേസ് മേക്കപ്പ് ഈസ് മസ്റ്റ്. സോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഓക്കെയാണ്, തന്നെയാണ് ഞാൻ ഇടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ചുമ്മാ ഒരു രസത്തിന് ഇലുമിനേറ്റർ ഹൈലൈറ്ററും കൂടി ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് തോന്നിയത് എൻ്റെ ഫേസ് ഒന്നൊരു കേക്കി രൂപത്തിലിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ എനിക്ക് ഈ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി. ഇനി നമുക്ക് ഐലൈൻ ചെയ്ത് കൊടുക്കുക. ലാക്മേയുടെ ഒരു ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും എഴുതുന്നത്, കൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. യെസ്, ആഫ്റ്റർ ദാറ്റ് നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ മസ്കാരയുടെ വോളിയമൈസിങ് മസ്കാര ആൻഡ് ദെൻ ലോങ് ആയിട്ടുള്ള മസ്കാര ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ മിന്നായം പോലെ വന്നത് നിങ്ങൾ കണ്ടോ. അപ്പോൾ എന്തായാലും അത് ഓക്കെ. ഇനി നമുക്കൊരു ലിപ്സ്റ്റിക് ഇടാം. ഇനി കുഞ്ഞൊരു പൊട്ടും തൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഗ്ലോ ആയിട്ടുണ്ട്. സോ അപ്പോൾ ഗൈസ്, നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇവൻ്റെ അടുത്ത് പോകാം, എന്നിട്ട് ബാക്കി കാഴ്ച കാണിച്ചു തരാം. ഓക്കെ. ഇതാ നമ്മൾ പാപ്പൻ്റെ കൂടെയാണ് പോകുന്നത്. പാപ്പൻ, ഞാൻ, അമ്മ, അച്ഛൻ, ഇത്രയും പേരാണ് പോകുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇതാ ഒരു സ്പെഷ്യലായിട്ട് തന്നേക്കുന്നത് എന്താണെന്നറിയോ, മറ്റേ പുല്ലുപൊടിയുടെ കുഴലപ്പവും ചപ്പവും. നൈസ്. പിന്നെ ചേച്ചിനുള്ള സ്നേഹപ്രകടനവും ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് കൂട്ടനെ വിളിച്ചപ്പോൾ അത് അവിടെ എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവനുണ്ടാക്കിയ വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു. ഇനി ഞാൻ നോക്കിയപ്പോൾ സംഭവം കണ്ടെന്താണെന്നറിയോ, കനകാമ്പരത്തിൻ്റെ പൂവ്. സോ അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ, കനകാമ്പര പൂവ് പൊട്ടിച്ചിട്ട് അത് നാളെ, അതായത് വിഷുവിന് വെക്കാം, തലയിൽ വെക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കനകാമ്പര പൂവ് തലയിൽ വെക്കുന്നത് കേട്ടോ. മുല്ലപ്പൂവും ഇഷ്ടമാണ്, പക്ഷേ എനിക്കൊന്ന് മോർ ദാൻ ദാറ്റ് കനകാമ്പരമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അരളിപ്പൂവ്, തുളസിപ്പൂവ്, ചെത്തിപ്പൂവ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിനേക്കാളും ലൈക്ക് മുല്ലപ്പൂവിനേക്കാളും ഇഷ്ടം എനിക്ക് ഇതൊക്കെയാണ്. അങ്ങനെയുള്ളൊരു വെറൈറ്റി ആവില്ലേ അത്. എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കനകാമ്പരം. എന്ന് വെച്ചാൽ ഞാൻ പണ്ട് തറവാട്ടിൽ വെച്ചിട്ട് കനകാമ്പരം വെക്കാനൊക്കെ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് കനകാമ്പരമൊക്കെ പൊട്ടിക്കാറുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം കനകാമ്പരം കാണുകയാണ്. അപ്പോൾ നമ്മൾ വിഷുവിന് കനകാമ്പരം വെക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് കേട്ടോ. നാളെയാണ് വിഷു. അപ്പോൾ ഏതായാലും ഇവൂൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ കനകാമ്പരം എടുത്തിട്ടുള്ളത്. അല്ലേ ഇവു? എടാ ഉമ്മതാണ് ഇവൻ ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് കാണിച്ചു കൊടുക്ക്. നല്ലതാണോ നോക്കി.
നമ്മൾ ഇക്കയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. പുഞ്ചിരി ഇത് കുഞ്ഞനമ്പിളി എന്താ ചെയ്യണേ? അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ്. ഇനി പോരുന്ന വഴിയിൽ വിഷുവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതൊക്കെ വാങ്ങുകയാണ്. ഇതാ ജംഗ്ഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഏകദേശം ഈവനിങ് ആയി. എല്ലാവരും നല്ല അടിപൊളി ഷോപ്പിംഗ് മട്ടിലാണ് ഞങ്ങളും. ഓക്കെ, ഇതാ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വാങ്ങി, അതുപോലെ തന്നെ പച്ചക്കറികളും കുറച്ച് വാങ്ങിച്ചു. ദെൻ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ പച്ചക്കറി കടയിലും ഫ്രൂട്ട്സിൻ്റെ കടയിലൊക്കെ നല്ല തിരക്കാണ്. എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടിടുക. അതുപോലെ എല്ലാവർക്കും ഒരു സൂപ്പർ ഡ്യൂപ്പർ അടിപൊളി വിഷു ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.